അർജുനായുള്ള തിരച്ചിൽ 12ാം ദിവസത്തിൽ പുഴയിലിറങ്ങിയുള്ള തിരച്ചിലിന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘം ഷിരൂരിലെത്തി. ഗംഗാവലി പുഴയിൽ ഫ്ലോട്ടിംഗ് വെസൽ എത്തിക്കും. അടിയൊഴുക്കും ശക്തമായ മഴയും വെല്ലുവിളി. ദൗത്യം ഒരു കാരണവശാലും അവസാനിപ്പിക്കില്ലെന്ന് എം കെ രാഘവൻ MP. ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ പാക് ബോർഡർ ആക്ഷൻ ടീമുമായി ഏറ്റുമുട്ടൽ. ഒരു സൈനികന് വീരമൃത്യു. 4 സൈനികർക്ക് പരിക്ക്. ഒരു പാക് സൈനികനെ വധിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗ് യോഗം ഇന്ന്. ബജറ്റിലെ അവഗണനകളിൽ പ്രതിഷേധിച്ച് യോഗം ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷ മന്ത്രിമാർ. കേരളത്തിൽ നിന്ന് മന്ത്രി KN ബാലഗോപാൽ പങ്കെടുത്തേക്കും. യോഗത്തിൽ ഇന്ത്യ മുന്നണിയുടെ ശബ്ദമാകുമെന്ന് മമതാ ബാനർജി. ആലുവയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത് അങ്കമാലി തിരുവനന്തപുരം സ്വിഫ്റ്റ് ബസ്സിന്. യാത്രക്കാരെ പുറത്തിറക്കി. ഒഴിവായത് വൻ അപകടം. തൃക്കാക്കര നഗരസഭയിലെ തുതിയൂർ നിവാസികൾ ദുരിതത്തിൽ. പാലം പൊളിച്ചതിനാൽ വഴി നടക്കാൻ നിർവാഹമില്ല. കുടിവെള്ളക്ഷാമവും രൂക്ഷം. പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ. ഹോക്കിയിൽ ഇന്ത്യ ഇന്നിറങ്ങും. എതിരാളി ന്യൂസിലാൻഡ്. ബോക്സിംഗ്, ഷൂട്ടിംഗ്, ബാഡ്മിന്റൺ, ടെന്നീസ് എന്നീ ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾക്ക് ഇന്ന് മത്സരം.